തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹിതരെ, എൻ്റെ ചേട്ടനൊരു സ്റ്റുഡിയോയുണ്ട്. ആ സ്റ്റുഡിയോയുടെ ഒരു പരസ്യവാചകം പലപ്പോഴും പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഉത്സവ പറമ്പിലൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ചേട്ടൻ്റെ സ്റ്റുഡിയോയുടെ പരസ്യവാചകം അതിങ്ങനെയാണ്: അസുലഭ നിമിഷങ്ങളെ അനശ്വരമാക്കാൻ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ സ്റ്റുഡിയോൻ്റെ പേര് പറയുകയാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മുടെയൊക്കെ നിമിഷങ്ങളെ അനശ്വരമാക്കാൻ പറ്റാത്തത് അത് ആസ്വദിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് നിമിഷങ്ങളെ, ഓരോ നിമിഷങ്ങളെയും ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഈ നിമിഷത്തിലായിരുന്നുകൊണ്ട് നാളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. സെൻ മെഡിറ്റേഷനിൽ ഒരു ഗുരുവും ശിഷ്യനും ഇരുന്ന് നാരങ്ങ കഴിക്കുകയാണ്, ഓറഞ്ച്. അപ്പോൾ ഈ ഗുരു നോക്കിയപ്പോൾ ശിഷ്യൻ ഈ ഓറഞ്ചിൻ്റെ അല്ലികൾ അടർത്തി തിന്നുകയാണ്. പക്ഷേ അവൻ ഇത് തിന്നുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം നാളത്തെ പ്രശ്നത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സെൻ ഗുരു ഇത് കേട്ടിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ തിന്നുന്നത് ഓറഞ്ചിൻ്റെ അല്ലികളല്ല, നീ തിന്നുന്നത് നിൻ്റെ ഭാവിയാണ്, നാളത്തെ ആകുലതകളാണ് നീ ചവച്ചിറക്കുന്നത്. അതുകൊണ്ട് നീ അത് മാറ്റിവെച്ചിട്ട് ഓറഞ്ച് ആസ്വദിക്കൂ എന്ന് പറയുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ആസ്വദിക്കാൻ പറ്റാതെ നമ്മൾ ആകുലരാണ്. സെൻ മെഡിറ്റേഷനിൽ പറയുകയാണ്, വാഷിംഗ് ദ ഡിഷസ് ടു വാഷ് ദ ഡിഷ്. അതായത് പാത്രം കഴുകാൻ വേണ്ടി പാത്രം കഴുകുക. നമ്മൾ പാത്രം കഴിയുമ്പോൾ അമ്മായിയമ്മയുടെ മോന്തായിരിക്കും ചിലപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ മറ്റുള്ളതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, അതിലൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് പറയുകയാണ്. ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, നിങ്ങളുടെ ഇടയിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവരാജ്യം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഓരോ നിമിഷത്തിലേക്കും നമുക്ക് ബ്രിങ് ഇൻ ജീസസ് ഇൻ ടു ദ മൂവ്മെൻറ്റ്സ്, ഈശോയെ കൊണ്ടുവരിക. ആ നിമിഷം യേശുവിനോടൊപ്പം ആസ്വദിച്ചാൽ നമുക്ക് പറയാം, അസുലഭ നിമിഷങ്ങൾ അനശ്വരമായിട്ട് മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.